പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ മുലയൂട്ടൽ കേന്ദ്രത്തിന് 1 മണിക്കൂറിന് 20 രൂപ നിരക്കിൽ പ്രവേശന ഫീസ് ഈടാക്കുന്നതിൽ പ്രതിഷേധവുമായി BJP മഹിളാ മോർച്ച പ്രവർത്തകർ. പ്രതിഷേധത്തിന്റെ ഭാഗമായി പാവകളുമായി മുലയൂട്ടൽ കേന്ദ്രത്തിൽ പ്രവേശിക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. ഇതോടെ ബസ് സ്റ്റാൻഡിലെ യാത്രക്കാരിൽ നിന്നും പ്രവേശന ഫീസ് ഭിക്ഷാടനത്തിലൂടെ ശേഖരിച്ച് ഗതാഗത മന്ത്രിക്ക് മണി ഓർഡറായി അയച്ചു നൽകി. കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ ശീതീകരിച്ച വിശ്രമമുറിയും മുലയൂട്ടൽ കേന്ദ്രവും മന്ത്രി KB ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ മുലയൂട്ടൽ കേന്ദ്രത്തിൽ പ്രവേശിക്കുന്നതിന് ഫീസ് ഈടാക്കുന്നത് ബാലാവകാശ ലംഘനവും അധാർമികവുമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് BJP മഹിളാ മോർച്ച പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പാവകളുമായി മുലയൂട്ടൽ കേന്ദ്രത്തിൽ പ്രവേശിക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് തടഞ്ഞു. തുടർന്ന് ബസ് സ്റ്റാൻഡിലെ യാത്രക്കാരിൽ നിന്നും പ്രവേശന ഫീസ് ഭിക്ഷാടനത്തിലൂടെ ശേഖരിച്ചു. ഈ തുക ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന് മണി ഓർഡറായി അയച്ചു നൽകുമെന്ന് നേതാക്കൾ അറിയിച്ചു. മുലയൂട്ടൽ അമ്മയുടെയും കുഞ്ഞിന്റെയും മൗലികാവകാശമാണെന്നും പൊതുയിടങ്ങളിൽ സുരക്ഷിതവും സൗജന്യവുമായ മുലയൂട്ടൽ കേന്ദ്രം സജ്ജീകരിക്കേണ്ടത് ഭരണകൂടത്തിന്റെ കർത്തവ്യമാണെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്ത BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പറഞ്ഞു. 10 വർഷത്തെ സമയമെടുത്തിട്ടും ഇവിടെ ഒരു സാധാരണ ഒരു ബിൽഡിംഗ് കെട്ടുന്ന സമയത്ത് പോലും അടിസ്ഥാനപരമായിട്ട് പണിയുന്ന ഒരു ശുചിമുറിയോ ഇത്രയധികം പ്രതിദിനം ആയിരക്കണക്കിന് യാത്രക്കാർ വരുന്ന ഈ KSRTC ബസ് സ്റ്റാൻഡിനകത്ത് ഒരമ്മയ്ക്ക് കുഞ്ഞിന് പാലൂട്ടുന്നതിന് ആവശ്യമായ ഒരു ഫീഡിംഗ് റൂം സംവിധാനം ഒരുക്കുന്നതിനോ ഇവിടുത്തെ ഈ KSRTC ബസ് സ്റ്റാൻഡ് പണി കഴിപ്പിച്ച സംസ്ഥാന സർക്കാർ അതിന് നേതൃത്വം കൊടുത്ത പാലക്കാടിന്റെ MLAക്കും സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് അത്യന്തം ദൗർഭാഗ്യകരമായ ഒരു വസ്തുതയാണ്. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളുടെ നഗ്നമായ ലംഘനമാണിതെന്നും പണം പിരിക്കുന്ന നടപടിക്കെതിരെ BJP സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ, ശിശുക്ഷേമ സമിതി എന്നിവയ്ക്ക് പരാതി നൽകിയതായും BJP മണ്ഡലം പ്രസിഡന്റ് M ശശികുമാർ അറിയിച്ചു. BJP മഹിളാ മോർച്ച നേതാക്കളായ മീനാക്ഷി TS, ജയലക്ഷ്മി K, ദിവ്യ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ജനം, പാലക്കാട്.